നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഫായിസീങ്ങളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മളിന്ന് ജീവിക്കുന്ന ലോകം വളരെ പ്രയാസം നിറഞ്ഞ ഒരു ലോകമാണ് എന്നെല്ലാവർക്കും അറിയാം. ഒരുപാട് പ്രയാസങ്ങൾ, ജീവിക്കാൻ പറ്റാത്ത വിധം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന അസഹ്യമായ, സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ മുസ്ലിം ആവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയോ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മിനിഞ്ഞാന്ന് മഞ്ചേശ്വരത്ത് ഒരു മൗലവി സുബൈ നിസ്കരിച്ചിട്ട് പള്ളിയിലെ ഇമാമ്, പള്ളിയിലെ ഖത്തീബ് എന്ന് പറഞ്ഞാൽ വലിയൊരാളാണല്ലോ, ചെറിയ ആളല്ലല്ലോ. രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പര് ബൈക്ക് കൊടുത്തിട്ട് നേരെ പോയി പാലത്തിൽ കൊണ്ടുപോയി ബൈക്ക് നിർത്തി ഒരു പുഴയ്ക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ശവം കിട്ടി, മയ്യത്ത് കിട്ടി, പിന്നെ പുഴയുന്നു. ആരാത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിതുവരെ കേട്ടിട്ടില്ല ഒരു മൗലവി ആത്മഹത്യ ചെയ്യുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അപ്പൊ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇപ്പം എന്നിട്ട് അതിന് കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പള്ളി നേരാക്കി, ടൈൽസ് ഇട്ടു, AC വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, മൗലവിയുടെ ശമ്പളം മാത്രം കൂട്ടിയില്ലാണ് അപ്പോൾ പരാതി. അതുകൊണ്ടാണ് മൗലവി ആത്മഹത്യ ചെയ്തത്. ഏതായാലും അതൊന്നും അല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ള കാരണം. എഴുതുമില്ലാതെ നമ്മളെ കാക്കട്ടെ. അപ്പൊ എന്താണ് ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി നമുക്ക് വല്ലാത്തൊരു, ജീവിതം എന്താണ് എന്ന് നമുക്കറിയണം. നമ്മൾ എന്താണ് ജീവിതം? പണ്ടൊക്കെ ഇപ്പൊ ഞാൻ ചെറുകര ഉസ്താദിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മൂപ്പര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓതിയ ആളല്ല, ഓതാൻ വേണ്ടി ജീവിച്ച ഒരാളാണ്. മരിക്കുന്നത് വരെ പഠിക്കുകയായിരുന്നു. പഠിക്കാൻ വേണ്ടി തന്നെ ജീവിച്ച ഒരാളാണ് ചെറുകര ഉസ്താദ്. ഞാൻ അനുഭവിച്ച ഒരാളെങ്കിലും എനിക്ക് പറയാൻ പറ്റും. ജീവിതം തന്നെ പഠനമായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണതെന്ന് എന്തിനാണ്? പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടായി. ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഈ ജീവിതം എന്താണെന്ന് പഠിക്കലാണ് ഏറ്റവും വലിയ പ്രയാസം പിടിച്ചൊരു കാര്യം. കിതാബ് ഓതാനൊക്കെ എളുപ്പമാണ്. കിതാബ് ഓതുന്നതിനേക്കാൾ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ജീവിതം. അത് പഠിക്കുക തന്നെ വേണം. എന്നാൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിനെ നേരിടാനും അതിനെ തരണം ചെയ്യാനുമുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം. ഇന്ന ദുനിയാ ഹദിറത്തുൻ ഹൽവത്തുൻ. ഈ ദുനിയാവെന്ന് പറയുന്നത് ഹദിറത്തുൻ, പച്ചപ്പുള്ളതാണ്, കാണാൻ ചൊറുക്കുള്ളതാണ്. ഹൽവത്തുൻ, മധുരമുള്ളതുമാണ് ദുനിയാവ്. അപ്പൊ അന്നല്ലാഹ മുസ്തഖ്ലിഫക്കും ഫീഹ, അല്ലാഹു തആല നിങ്ങളെ ഭൂമിയിൽ അവന്റെ പ്രതിനിധികളാക്കി വെച്ചിരിക്കുകയാണ്. ഫനാദിറുൻ കൈഫ തഅമലൂന, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഫത്തഖുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ, ദുനിയാവിനെ പേടിക്കണേ. ഫത്തഖുൻ നിസാ, പെണ്ണുങ്ങളെ പേടിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ ദുനിയാവിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട രണ്ട് സാധനം, ദുനിയാവും ദുനിയാവിൽ ഒന്നാമതായി പേടിക്കേണ്ട സാധനം പെണ്ണുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവ് വളരെ പേടിക്കേണ്ട ഒന്നാണ്. ദുനിയാവ് നമുക്കൊരു നേട്ടവും തരാത്ത ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ പോലെ, ഇന്നി ലസ്തു അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദി, എന്റെ കാലശേഷം കുറെ കാലം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മുശ്രിക്കായി പോകും, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മുശ്രിക്കായി പോകുമെന്ന പേടി എനിക്കില്ല. അള്ളാന്റെ റസൂല് പറയാൻ, നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന പേടി എനിക്കില്ല, അങ്ങനെ ഒരു ഭയം എന്നെ ബാധിച്ചിട്ടില്ല. പക്ഷേ വലാകിൻ അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത് ആ ദുനിയാവിനെയാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അൻ തനാഫസൂ ഫീഹ, നിങ്ങൾ ആ ദുനിയാവിനെ വലിയൊരു സംഭവമാക്കി ഏറ്റെടുക്കും. ദുനിയാവിന് വേണ്ടി അങ്ങ് ജീവിക്കുക, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുക, ദുനിയാവിന് വേണ്ടി പാടുപെടുക, ദുനിയാവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ ഫതഹ്ലികൂ കമാ ഹലക മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻപുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ നശിച്ചു പോയതുപോലെ നിങ്ങളും നശിക്കുന്ന ഒരു കാലം വരും ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ. ദുനിയാവിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ആഖിറത്തിന് വേണ്ടി ദുനിയാവ് ഉപയോഗപ്പെടുത്താൻ വേണ്ടത്. ലക്ഷ്യം അവിടെയാണ്.
ഇവിടെ താൽക്കാലികമാണ്, അല്പസമയമാണ്, കുറഞ്ഞ നേരമാണ്. ഈ ലോകത്ത് അധ്വാനിക്കാത്ത എത്രയെത്ര മനുഷ്യന്മാര് സുഖലോലുപന്മാരായി ജീവിക്കുന്നു. ഒരധ്വാനവും ശേഷിയുമില്ലാത്ത പാവപ്പെട്ട ചെറിയ പൈങ്ങാക്കിളികൾ, ഏതെങ്കിലും പൈങ്ങാക്കിളി പട്ടിണി കിടന്ന് മരിച്ചു വീഴുന്നത് നമ്മ കാണുന്നുണ്ടോ? പരുന്തും അതേപോലെ തന്നെ ഭീകര ജീവികൾ, പക്ഷികളും പറവകളൊക്കെ വലിയ വലിയ പക്ഷികളുടെ ഇടയിലാണ് ഈ പൈങ്ങാക്കിളി പോലത്തെ ചെറിയ പക്ഷികളും ജീവിക്കുന്നത്. എന്നിട്ടും അതിനുള്ള ഭക്ഷണമൊക്കെ അതിന് കിട്ടുന്നുണ്ടല്ലോ. അത് രാവിലെ എണിച്ച് കീ കീ ഹാ ഹീ എന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കി ഇറങ്ങി നേരം വെളുത്ത് 7 മണിയാകുമ്പോഴേക്ക് അതിന്റെ വയറ് നിറച്ചിട്ട് അത് പോയി മരക്കൊമ്പിൽ പോയിരുന്നിട്ട് തുവലൊക്കെ ശരിയാക്കി സന്തോഷിക്കുന്നുണ്ടല്ലേ. ഒരെണ്ണത്തിനും ഭക്ഷണം കിട്ടാതെ ചാവുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? മനുഷ്യന്മാർ നോക്കിക്കളി നിങ്ങൾ. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട്? വലിയ വലിയ കോടികൾ സമ്പാദിച്ച ആളുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ജീവിക്കുന്ന എത്രയെത്രയോ മനുഷ്യന്മാരുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പള്ളിയിലും ജുമായ്ക്ക് വരാറുണ്ടായിരുന്ന ഒരാൾ ഇപ്പോഴും ഉണ്ട്. അല്ലാഹു ദീർഘായുസും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അയാൾക്ക് ഭക്ഷണം വേണ്ട. അപ്പൊ എന്താന്ന് വെച്ചാൽ അയാളുടെ ഒരു രോഗമാണ്. അപ്പൊ കുടല് മുറിച്ചിട്ട് ആ ഇടയുള്ളത് കണ്ട് ഒഴിവാക്കിയിട്ട് നേരിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുക. അപ്പൊ കുടലില്ല. ഭക്ഷണം കഴിച്ചാൽ അത് നിൽക്കാൻ കുടല് വേണ്ടേ. അപ്പൊ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണമായി എന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച പള്ളിക്ക് വരും അയാൾ. ഇപ്പോഴും ഉണ്ട് ആള്. അല്ലാഹു പുറത്ത് കൊടുക്കട്ടെ, പാവം. അപ്പൊ ഇതേപോലെ ഭക്ഷണം ഉണ്ടായിട്ട് തിന്നാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പൊ ദുനിയാവ് വലിയൊരു വിഷയമല്ല. ദുനിയാവിനെ വലിയ സംഭവമാക്കി കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം? ദുനിയാവ് സമ്പാദിച്ചില്ലെങ്കിലും ദുനിയാവ് കിട്ടിയില്ലെങ്കിലും ജീവിതം എന്ന് പറയുന്നത് പരലോകത്തിന് വേണ്ടി ജീവിക്കുക എന്ന ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അതിനാ പഠിക്കേണ്ടത്, അതാ ഉസ്താദന്മാര് ചെയ്യേണ്ടത്, അതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ഉസ്താദന്മാര് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആവണം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്തിലൂടെ പുറത്തു വന്ന അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കപ്പെട്ട പൂർവികരായ സ്വഹാബത്ത്, താബികളൊക്കെ ജീവിച്ചത് എങ്ങനെയാ? ഇതൊന്നും അവർക്ക് മുഖ്യ പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ റിയാദു സാലിഹിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന. അള്ളാഹുവിന് കുറച്ച് ബുദ്ധിയുള്ള അടിയാറുകളുണ്ട്. അള്ളാഹിന്റെ അടിയാറുകളിൽ ബുദ്ധിയുള്ളവരുണ്ട്. എന്താ ബുദ്ധിയുള്ളതിന്റെ അടയാളം? തൊല്ലക്കു ദുനിയ. അവർ ദുനിയാവിനെ തൊലാക്ക് ചെല്ലിയവരാണ്. ദുനിയാവിനെ 3 തൊലാക്കും ചൊല്ലി ഒഴിവാക്കിയവരാണ്. വഖാഫുൽ ഫിത്തന. ദുനിയാവിന്റെ പിന്നാലെ പോയ നാശമാണ്. അത് ഫിത്തനയാണ്. അതൊന്ന് രക്ഷപ്പെടൂല. അത് കിട്ടിയോനും കുടുങ്ങി, കിട്ടാത്തവനും കുടുങ്ങി എന്ന അവസ്ഥയാണ് ദുനിയാവിനുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന് അവർ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി. 3 തൊലാക്കും ചൊല്ലി ബായിനാക്കി വിട്ടവരാണ് നമ്മുടെ പൂർവികരായ ഔലിയാക്കള്, ആരിഫീങ്ങള്, നമ്മുടെ പണ്ഡിതന്മാര്. നമ്മുടെ മുൻഗാമിയുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നേരെ തിരിച്ചായി. അതിനാ പഠിപ്പിച്ചത്, റസൂലുള്ള പഠിപ്പിച്ചത് ദുനിയാവിന് വേണ്ടി ജീവിക്കാനല്ല, ദുനിയാവിനെ തൊലാക്ക് ചൊല്ലി ജീവിക്കാനാ. ഇപ്പൊ നമ്മൾ ദർസിലേക്ക് കുട്ടികളെ വിട്ടാക്കണതും പണ്ട് നിങ്ങൾ 2,79,442 കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതിയെന്നാണ് പറഞ്ഞത് കേരളത്തിൽ. അല്ല, ഇന്ത്യയിൽ എത്ര ഈ വർഷം എഴുതിയതിന്റെ കണക്കാ പറയുന്നത്? 2,79,423 കുട്ടികൾ MBBS സെലക്ഷൻ കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതി ഡോക്ടറാകാൻ. ഇവരൊക്കെ കൂടി ഡോക്ടറായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ള ആളുകളെ ചികിത്സിക്കാൻ ഇവർക്ക് കിട്ടുമോ? അതിനുള്ള രോഗികൾ ഇവിടെ ഉണ്ടോ? ഒരു കൊല്ലത്തെ കണക്കായി പറയണേ. അപ്പൊ ആകെ കൂടി ഇപ്പൊ മനുഷ്യന്മാര് പഠിക്കണത് എന്തിനാ? ജോലിക്ക് വേണ്ടി പഠിക്കാം. മൗലിയന്മാരും അങ്ങനെയായി. അതാ ഈ ആത്മഹത്യയൊക്കെ മൗലിയന്മാരിങ്ങനെ പരക്കം പായണത്. മൗലിയന്മാർക്ക് ഇപ്പൊ വെപ്രാളമാണ്. എന്തുകൊണ്ടാ? പഠിക്കേണ്ട രൂപത്തിൽ അവർ ഉസ്താദന്മാരെന്ന് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചിട്ടില്ല എന്നതാണ്. അതാണ് പറ്റിയത്. ഉസ്താദുമാരുടെ തർബിയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. എന്തിനാ പഠിക്കുന്നത്, എന്തിനാ ജീവിക്കുന്നത്, എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നൊന്നും ഉസ്താദന്മാര് പഠിപ്പിച്ചിട്ടില്ല. കിതാബിന്റെ അർത്ഥം പഠിപ്പിച്ചത് കൊണ്ട് തർബിയത്താകൂല. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, റുബ്ബ റബ്ബിൻ റബ്ബഹൂലം യഅരിഫൻ വലം യറുബ് റബീബഹു ലകിന്ന വല്ലൽ ഖൗമ ബിൽ ആറായിറാൽ. എത്രയെത്ര മുറബികളാണ്, എത്രയെത്ര പരിപാലിക്കുന്നവരാണ്, എത്രയെത്ര ശൈഖന്മാരാണ്, എത്രയെത്ര ഉസ്താദുമാരാണ്. ലം യഅരിഫൻ റബീബഹു. അവൻ പഠിപ്പിക്കുന്നവരെ പറ്റി അവനിക്കൊന്നും അറിഞ്ഞൂടാ. ഷെയ്ഖാണെങ്കിൽ മുരീദിനെ പറ്റി ഷെയ്ഖിനൊന്നും അറിഞ്ഞൂടാ. ആള് ഷെയ്ഖാണ്. മുരീദിന്റെ കേട് പോടും ഒന്നും ആർക്കറിയില്ല, ഷെയ്ഖിന് അറിയൂല.
അങ്ങനത്തെ ഒരാൾ ഷെയ്ഖാവൂല. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാലും അതന്നെയാണ് ആ മുരീദിന്റെ തന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടിയുടെ കേടുകളും പോടുകളും വൈകല്യങ്ങളും ഒക്കെ തിരിച്ചറിയണം. എന്റെ ദർസിൽ കുറെ കാലം നിൽക്കട്ടെ എന്നല്ല, എൻ്റെ മൂത്ത മകനെ ചെറുകര ഉസ്താദ് പറഞ്ഞു, എടാ നീ പാൻറ് ഷർട്ട് ഇട്ടടാ, നീ മുണ്ടെടുത്തിട്ട് മോലിയരാകാൻ നിന്നെ കൊണ്ടാവൂല, അതുകൊണ്ട് നീ ഇനി മുണ്ട് കളർ ഷർട്ട് ഇട്ടിട്ട് ആ നിലയ്ക്ക് നോക്കിക്കളാ പറഞ്ഞു. മൂപ്പര് പറഞ്ഞാണത്. കാരണം അതാണ് ഒരു ഷെയ്ഖ്, അതിനാണ് ഷെയ്ഖ് എന്ന് പറയാ. ഓരോരുത്തരുടെ കേടും പോടും എവിടെയാണ്, എന്തിനാ അവനെ പറ്റുക, എന്തിനാ അവനെ കൊള്ളാതെ ഓരോരുത്തരെ കൊണ്ട് അങ്ങനെ ആക്കുമ്പോഴാ ഒരാള് ഉസ്താദാകണത്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവരും ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്, ജീവിതമാണ് പഠിപ്പിക്കുന്നത്. ഒഴുകൂരിന്ന് ഒരാൾ ഗൾഫിക്ക് പോയി. ഗൾഫിൽ പോകുമ്പോൾ ആരോ മയക്കുമരുന്നും കൊടുത്തു വിട്ടു. അത് പോലീസിന്റെ പിടിയിൽ പെട്ടില്ല. ആ ചങ്ങായി രക്ഷപ്പെട്ടു. അഞ്ചൻ സഖാഫിയാണ്, മോലിയരാണ്. അഞ്ചനിക്ക് വിളിച്ചു പറഞ്ഞോടോ, അങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ല, അത്രമാത്രം കർശനമൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഇവിടെ എത്തിയില്ലേ, നീയും വന്നളാ പറഞ്ഞു. അഞ്ചൻ മോലിയര് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, ലഹരി വസ്തുവായിട്ട് സൗദിക്ക് പോയി. പിടിച്ചു, കഴുത്തിൽ തലല്ല, കൊന്നു. ഇതാ നമ്മൾ കിതാബോധി പഠിച്ചിട്ട് കിട്ടിയ വിവരം ഈ പറയുന്നത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാ ഉസ്താദന്മാർ, ഞാൻ പറയാ, ആ നിലയിലുള്ള മുറബിയായ ഷെയ്ഖന്മാരാവണം ഒരു ഉസ്താദ്. ഇർഷാദ് ഉസ്താദിൻ വ തൂലു സമാനിൻ. മദ്രസയിലോ ദർസിലോ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, പിന്നെന്ത് വേണം? തർബിയത്തിന് പറ്റണം. ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാൻ ഒരു ഉസ്താദിന് കഴിയുന്നില്ലെങ്കിൽ മദ്രസയിലായാലും സ്കൂളിലായാലും ദർസിലായാലും അറബിക് കോളേജിലായാലും ഈ കുട്ടിക്ക് ജീവിതം എന്തെന്ന് പഠിപ്പിക്കണം. അതിന് എന്ത് വേണം? ഇർഷാദ് ഉസ്താദിൻ, ഉസ്താദിന്റെ ഇർഷാദ് വേണം. ഉസ്താദ് മുർഷിദാവണം, ഉസ്താദ് വഴി കാണിച്ചു കൊടുക്കുന്ന ആളാവണം. ഓ തൂല് സമാനിൻ, 10 മാസം കൊണ്ട് ബിരുദം എടുത്തിട്ട് അസ്ഹരി. കണ്ടില്ലപ്പോ നിങ്ങൾ പറഞ്ഞ ബിരുദങ്ങളുടെ നിലവാരം പറയണത് അസ്ഹരി ബിരുദം കേട്ടിട്ടില്ലേ അല്ലെ? 10 മാസം അതിന്റെ കാലാവധി. ഒരു ചുക്കും അമ്മമാർക്ക് അറിയില്ല. കുറെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, കേട്ടാ തോന്നും ഇപ്പൊ ഈജിപ്തിൽ പോയിട്ട് അസ്ഹറിൽ പഠിച്ചിട്ട് വന്ന അസ്ഹരികളാ. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാരാ? അസ്ഹരിയാണ്. അത് ഈജിപ്തിൽ പോയി പഠിച്ചുണ്ടാക്കിയിട്ട് വന്നാണ്. ഇവിടെ കുറെ അസ്ഹരികൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പഠിച്ചതാ, എവിടെയെന്ന് പറയുന്നില്ല, മോശല്ലേ. 10 മാസം കാലാവധി. അങ്ങനെ കുറെ എണ്ണങ്ങൾ, കുറെ ബിരുദങ്ങളുണ്ട്. ഇപ്പോ പുതിയ ബിരുദം കേൾക്കുന്നത് മുഴുവൻ ഇതുപോലെയുള്ള 10 മാസം തികയാതെ പ്രസവിച്ച സൈസുകളാ, മാസം തികയാതെ പെറ്റതായി മൂല്യന്മാരെയൊക്കെ. അപ്പൊ അതും വേണ്ടാത്ര. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, നമ്മള് ഇപ്പൊ ഫേസ്ബുക്കിലുണ്ട് 99 ഉറുപ്പ്യ കൊടുത്താൽ 45 ദിവസം കൊണ്ട് മന്ത്രവാദിയാക്കാം. 99 ഉറുപ്പ്യ ചെലവുള്ളൂ. ഫേസ്ബുക്കിൽ കൊടുത്താൽ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തിട്ട് മന്ത്രവാദം. അതായത് ഈസാ നബിയേക്കാളും മൂസാ നബിയേക്കാളും വലുത് പൈസാ നബി. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം മൂല്യന്മാർ ഇപ്പൊ അന്വേഷിക്കണത്. ഇതിന്റെ ഫലമായിട്ടാണ് നമ്മളെ മൂല്യന്മാരടക്കം ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ട അത് അവസ്ഥ വരുന്നത്. എന്തുകൊണ്ടാ? ജീവിക്കാൻ ഇവർ പഠിച്ചത് ഇങ്ങനെ പണം ഉണ്ടാക്കാനാ ഉസ്താദുമാര് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാ നേരത്തെ പറഞ്ഞ പോലെ റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യൈരിഫൻ വലം യറുബ് റബീബഹു ലാകിൻ അവല്ലൽ ഖൗമ ബിൽ ആറായിറാൽ. ഉസ്താദുമാര് അവരുടെ തോന്നിയാസങ്ങൾ കൊണ്ട് ഈ കുട്ടികളെ മുഴുവൻ പഴപ്പിച്ച് ദുനിയാവ് എന്തെന്ന് തിരിയാതെ, ആഖിറം എന്തെന്ന് തിരിയാതെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ, എങ്ങനെ ജീവിക്കണമെന്നറിയാതെ താന്തോന്നികളായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ഓതുക എന്ന് പറഞ്ഞാൽ തർബിയത്താണ്. ഒരു ഉസ്താദിന്റെ അടുത്ത് 8 കൊല്ലം 10 കൊല്ലം ഓതുക പറഞ്ഞ എന്തിനാ? തർബിയത്ത് കിട്ടാനാ, ജീവിതം പഠിക്കാനാണ്. ഒരു കിതാബിന്റെ അർത്ഥം വെച്ച് പഠിക്കാനല്ല. എൻ്റെ വാപ്പ 8 കൊല്ലം ഓതിയിട്ടുണ്ട് പഴയ ലക്കിടി പള്ളിയിൽ. വലിയ അമ്പലവും മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയ മോലയിലെടുത്ത് എൻ്റെ വാപ്പ ഓതിയത്. 8 കൊല്ലം ഓതിയിട്ട് എൻ്റെ വാപ്പ ഖത്തർനിത മുഴുവനാക്കിയിട്ടില്ല. ഖത്തർനിതയിൽ ഇനിയും 10-40 പേജ് ബാക്കിയാണ്. എൻ്റെ കയ്യിലുണ്ട് ആ കിതാബ്, വാപ്പി ഓതിയ കിതാബ്. 8 കൊല്ലം ഓതിയിട്ട് ഖത്തർനിത പൂർത്തിയാക്കിയില്ല. അപ്പം ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, ഒരു അബ്ദുറഹ്മാൻ കപൂർ, അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. 82 വയസ്സുള്ള ആള് മരിച്ചു. അയാൾ എയറോപ്ലെയിനിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇയാളുടെ വാപ്പ അഹമ്മദ് ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്നത് മൂല്യരുണ്ടായിരുന്നു. അയാളുടെയൊക്കെ കിതാബ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. പഴയ കിതാബുകളൊക്കെ എനിക്കാണ് കിട്ടിയത്. ആ അഹമ്മദ് ഹസൻ മുസ്ലിയാരുടെ അൽഫി എൻ്റെ കയ്യിലപ്പം ഉള്ളത്, അൽഫിയും പത്തുനൊക്കെ. അയാൾ അൽഫിയ തുടങ്ങിയ ഡേറ്റും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൂർത്തിയാക്കിയ ഡേറ്റും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 11 കൊല്ലമാണ് അയാൾ അൽഫി ഓതിയത്. 1344 അയാൾ ദുൽഖഅദ് 10 ഓതാൻ തുടങ്ങിയിട്ട് അയാൾ അൽഫിയ പൂർത്തിയാക്കണത് എപ്പോഴാ? 1344 ഷവ്വാൽ 27-നാണ് അൽഫിയ പൂർത്തിയാക്കുന്നത്. ഞാനൊക്കെ 1.5 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ഓതി തീർത്തതാപ്പത്. അതിന്റെ മെച്ചുണ്ട്.
അയാൾ 11 കൊല്ലം ഒന്ന് ഓതിയപ്പോൾ എല്ലാം തിരിഞ്ഞു. എനിക്ക് എല്ലാം ഓതിയിട്ട് എന്ത് ചെയ്തില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. ഇത് അപ്പുറത്തെ മൂല്യന്മാർ എല്ലാം ഓതുന്നുണ്ട്, ഒന്നും തിരിയൂല. പണ്ടത്തെ മൂല്യന്മാരങ്ങനെയല്ല, ഒന്ന് ഓതിയാൽ തന്നെ എന്താവും, എല്ലാം തിരിയും. വലിയ മഹാപണ്ഡിതനായിരുന്നു അയാള്. അഹമ്മദ് ഹസൻ മുസ്ലിയാർ എന്നാണ് അയാളുടെ ശരിക്കും പേര്. അമ്മസ് മുസ്ലിയാർ എന്നാ പറയാ. ഞാൻ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ഏത്തം കൂട്ടിയിട്ട് തേകുമ്പോൾ അന്ന് വീണിട്ട് കുഴഞ്ഞിട്ട് ഒരു ഭാഗം തളർന്നിട്ട് അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലാഹുത്തആല അവരുടെയൊക്കെ കൂടെ നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. അവരുടെ കിതാബ് മാത്രം കിട്ടിയ പോരല്ലോ, ആ കുരുത്തം കൂടി കിട്ടിയാൽ രക്ഷപ്പെടും. അതുകൊണ്ടാണ് അവരെയൊക്കെ പോഴ്ത്തി പറയുന്നത്. 10-11 കൊല്ലം അൽഫി ഓതിന്നാ പറയുന്നത് അയാൾ. ഇപ്പം എങ്ങനെയാ ഓത്ത്? ഇപ്പം 10 മാസം കൊണ്ട് എല്ലാം, 10 കൊല്ലം കൊണ്ടല്ല, 10 മാസം കൊണ്ട് എല്ലാ കിതാബ് ഓതി തീർന്ന് ബിരുദം കൊടുത്ത് ഇറക്കുക. അതിന്റെ മെച്ച അങ്ങനത്തെ മൂല്യന്മാരുണ്ടാകണത്. അല്ലാഹുത്തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മുമ്പുള്ളവരൊക്കെ അങ്ങനെയാ. ഇപ്പൊ കരിങ്കപ്പാറിന്റെ ഫത്ഹുൽ മീൻ എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചിറക്കുന്നുണ്ട്. അതിന്റെ മൂപ്പര് ഷറഹ് എഴുതിയതൊക്കെ കരിങ്കപ്പാറ അതുപോലെ 10-14 കൊല്ലം കൊണ്ടാ ഫത്ഹുൽ മീൻ ഓതിയിരിക്കുന്നത്. ആ കിതാബൊക്കെ 1 കൊല്ലം കൊണ്ടാ ഇപ്പോഴത്തെ കുട്ടികൾ ഓതുന്നവർ തന്നെ. 1 കൊല്ലം കൊണ്ട് എല്ലാം തീർന്നു. അതിന്റെ മുഴുവൻ ഓതുന്ന പരിപാടിയില്ല. അതിന്റെ മെച്ച ഇങ്ങനെ പോയിട്ട് മൂല്യന്മാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നത് കൊണ്ടാ. പഠിക്കാൻ വേണ്ടിയല്ല ജീവിച്ചത്, ജീവിക്കാൻ വേണ്ടി പഠിച്ചത് കൊണ്ടാണ്. അങ്ങനെ പറ്റൂല. ജീവിക്കാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, ആഖിറം നേടാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് പഠിപ്പ് പ്രയോജനമാകുന്നത്. പിന്നെയോ ഇപ്പറളൂ ബിൽ ഹയാത്തി ദുനിയ വത്മാന്നു ബിഹ, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വത്മാന്നു ബിഹ, അതിലങ്ങോട്ട് പൂണ്ടുപോയി. ദുനിയാവ് ഇങ്ങനെ ഉണ്ടാക്കണം. ദുനിയാവ് ഞാനിപ്പോൾ അടുത്ത് ചെറുപ്പശ്ശേരി ഒരു ഭാഗത്തൊരു ദിക്കറിന് പോയി, മരിച്ചതിൻ്റെ ദിക്കറിന്. അപ്പോൾ ഒരുപാട് പള്ളിയിലെ മൂല്യന്മാർ അവിടെ ഉണ്ട്, വലിയ വലിയ മൂല്യന്മാരൊക്കെ ഉണ്ട്, പല ഗ്രൂപ്പുകാരൊക്കെ ഉണ്ട്. തുടക്കത്തിൽ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. എന്നെ അറിയാം അവിടെ. ഞാൻ അവിടെ ഒരു ഖണ്ഡന പ്രസംഗത്തിന് പോയിട്ട്, ഒരു പ്രശസ്തമായ ഖണ്ഡന പ്രസംഗം നടന്ന സ്ഥലമാണത്. അവർക്കെതിരിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പിന്നെ അവർക്ക് ഇഷ്ടമാണ് എന്നെ. അപ്പം എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഞാൻ ദ്വാരക്കുകയും ചെയ്തു. അങ്ങനെ ദ്വയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു മൂലയിൽ അവിടുത്തെ മദ്രസീത്തെ സദറാന്നാ പറഞ്ഞ്, അയാളിങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ജോലി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, 1 കൊല്ലമായി ജോലിയില്ലാണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അടുത്ത വാക്ക് ചോദിക്കുകയാണ്, ചികിത്സ ഉണ്ടില്ലേന്ന്. ഇയാൾ എന്നോട് ചോദിക്കുക ചികിത്സ ഉണ്ടില്ലേന്ന്. കാരണം മൂല്യന്മാർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള പരിപാടി അറിയുള്ളൂ, പണമില്ലാത്ത ഒരു പരിപാടി മൂല്യന്മാർക്ക് അറിയില്ല. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഇയാൾ ചോദിക്കണം ചികിത്സ ഉണ്ടില്ലേന്ന്. കാരണം മൂല്യർക്ക് ജോലി ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി മനുഷ്യന്മാരെ പറ്റിക്കല, അലിഫും ബാവും എഴുതി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി. അതാണല്ലോ ഇപ്പൊ ചികിത്സ പറയുന്നത്, മനുഷ്യനെ പറ്റിക്കണ പരിപാടി. നഅൂദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ മദ്രസകളും ദർസുകളും അറബി കോളേജുകളും ഒക്കെ വെറും ജീവിക്കാനും സമ്പാദിക്കാനും പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതിന്റെ ഫലമാണത്. നോക്ക് നിങ്ങൾ, അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ പൂർവികര്. മഹാനായ ഇബ്നു മാലിക്, ഈ അൽഫി ഉണ്ടാക്കിയ ആള് ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള് തന്നെ പറയുന്നൊരു വാക്കുണ്ട്, ഉഖദ്ദിമു ഉസ്താദി അലാ ഹഖി വാലിദി. ഞാൻ എൻ്റെ വാപ്പയേക്കാളും എൻ്റെ പിതാവിനേക്കാളും ഞാൻ മുന്തിക്കുന്നത് എൻ്റെ ഉസ്താദിനെയാണ്, എൻ്റെ ഗുരുനാഥനെയാണ്, എൻ്റെ ഷെയ്ഖിനെയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഉസ്താദിനെ ഞാൻ മുന്തിക്കുന്നത്? വഇന്നാലനി മിൻ വാലിദിൽ ഇസ്സു വൽ കറം, എനിക്ക് തറവാട് കിട്ടിയതും എനിക്ക് ആദരവ് കിട്ടിയതും ഇന്നാളുടെ മകനാണ്, ഇന്ന കുടുംബമാണ് എന്ന പെരുമ കിട്ടിയതൊക്കെ വാപ്പയിൽ നിന്നാണ്. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ വദാക മുറബ്ബിൽ ജിസ്മി, എൻ്റെ വാപ്പ വളർത്തിക്കൊണ്ടുവന്നത് തടിയാണ്. ഈ കാണുന്ന ഇറച്ചി എല്ലുമാണ് വളർത്തിയത്. വൽ ജിസ്മു മിൻ സദഫ്, അത് വെറും ചണ്ടിയാണ്, ഇത് വെറും പുറന്തോടാണ്. വഹാദാ മുറബ്ബിൽ കൽബ്, എൻ്റെ ഉസ്താദ് എന്ന് പറയുന്ന ആള് എൻ്റെ കൽബ് വളർത്തിക്കൊണ്ടുവന്നയാളാണ്. എൻ്റെ ചിന്തയെ, എൻ്റെ കാഴ്ചപ്പാടുകളെ, എൻ്റെ ആലോചനാശേഷികളെ, എൻ്റെ ദാർശനികതയെ, എൻ്റെ ദീർഘദൃഷ്ടിയെ, എൻ്റെ അറിവിനെ, എൻ്റെ മറ്റുള്ള ആത്മീയമായ ഉയർച്ചകളെ ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ഉസ്താദാണ്. വൽ ഖൽബു ജൗഹരി, എൻ്റെ കൽബെന്ന് പറയുന്നത് എൻ്റെ മുത്താണ്, മറ്റത് മുത്തിന്റെ തൊണ്ടാണ്. ബാപ്പ വെറും എൻ്റെ ശരീരം വെറും തൊണ്ടാണ്. അത് ഉസാറാക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് ആരാ? വാപ്പയാ. പക്ഷെ ഞാനാകുന്ന എന്നും നിലനിൽക്കുന്ന ആഖിറത്തിലേക്കും കൂടി വേണ്ട എൻ്റെ സത്തയെ, എൻ്റെ മുത്തിനെ ഊതിക്കാച്ചിയെടുത്തത് എൻ്റെ ഉസ്താദാണ്. അതുകൊണ്ട് ആ ഉസ്താദിനെയാണ് ഞാൻ മുന്തിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ തർബിയത്ത്, ഉസ്താദന്മാരുടെ തർബിയത്താണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്.
അത് കിട്ടാനാ നമ്മൾ ഉസ്താദന്മാരെ തെരഞ്ഞിരുന്നത്. നല്ല ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടാക്കുക, അതിന് പറ്റണ ഉസ്താദാകുക. ഇപ്പം എന്താ അന്വേഷിക്കണത്? ഉസ്താദിന് ഇംഗ്ലീഷ് അറിയോ, ഉസ്താദിന് സയൻസ് പറഞ്ഞു കൊടുക്കാൻ കിട്ടുമോ, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉസ്താദിന് മുൻഗണന ഉണ്ടാവും. അല്ലാതെ ആത്മീയമായ വളർച്ചയോ അല്ലെങ്കിൽ ദീനിയായ പുരോഗതിയോ ഇഖ്ലാസോ തഖ്വയോ ഉള്ള ഉസ്താദന്മാരുടെ അടുത്ത് പോയിട്ട് കുരുത്തവും പൊരുത്തവും നേടി ഓതുന്ന ഇൽമില്ലെങ്കിൽ അത് ആത്മഹത്യയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ തന്നെ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ആ ചിന്തയിലേക്ക് ഉയർന്നു വരണം. ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത്, സുഖിക്കാൻ വേണ്ടി വന്നവരല്ല, നമ്മൾ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും സമ്പാദിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ജീവിക്കുക. ലക്ഷ്യം അതാകണം. ദുനിയാവ് ഒരിക്കലും ദുനിയാവ് ലക്ഷ്യമാകരുത്. ദുനിയാവ് ലക്ഷ്യമാക്കുന്നവൻ പൊട്ടനാണ്. ആ ദുനിയാവിനെ ഉപേക്ഷിക്കുകയും അതിൻ്റെ ഫിത്തനയെ പേടിച്ച് ഒഴിഞ്ഞു മാറി ഓടി ജീവിക്കുകയും ഒളിഞ്ഞു ജീവിക്കുകയും അകന്ന് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാര്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അത്തരം കൂട്ടരിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലി വാലിദീന വലി ഉമ്മഹാത്തിന വലി അസാതിദത്തിന വലി മശായിഖിന വലി അഖാരിബിന വലി മൻ ദുഫിനു ഫീ മഖാബിരിന യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ.